ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. എക്സിക്യൂട്ടീവ്, നിങ്ങളോ അവരോ എക്സിക്യൂട്ടീവ് ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഐ മെന്റ് വാട്ട് ഐ സേ, എന്തോ ഒരു കാര്യം അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്കത് വിശ്വാസമാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിന്നെയും അത് ചോദിക്കുകയാണ്, സംശയിച്ചിട്ട് ശരിക്കും സത്യമാണോ അങ്ങനെയൊക്കെ. അപ്പൊ അവര് പറയാണ്, ഞാൻ പറഞ്ഞത് അതന്നെയാണ്. നിങ്ങളെ ചൊടിപ്പിക്കുന്നുണ്ടായിരിക്കില്ല ഒരു പക്ഷെ അവര്, അല്ലെങ്കിൽ എന്താ നോക്കണേ, ഫാമിലി ഇഷ്യൂസ്. അവർക്കോ നിങ്ങൾക്കോ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഫാമിലി ഇഷ്യൂസിൽ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കുക. അതായത് ഒരു ഒത്തൊരുമില്ലാത്തൊരു ഫാമിലി ആയിരിക്കും നിങ്ങളുടെയോ അവരുടെയോ, അതായിരിക്കും. ബോഡി ഷെയിം, നിങ്ങളും അവരും ഒരുപാട് ബോഡി ഷെയിംസ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടായിരിക്കാം. 4, 8, 13, 22, 26, 31 ഈ നമ്പേഴ്സുമായി നിങ്ങൾക്ക് അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ജൂൺ, നിങ്ങൾക്കോ അവർക്കോ ജൂൺ എന്ന മാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് ജൂൺ എന്ന മാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. പൈസീസ്, നിങ്ങളുടെയോ അവരുടെയോ സോഡിയക് സൈൻ പൈസീസ് ആയിരിക്കാം. വാട്ടർ സൈൻ ആണ്. കലാകാരന്മാരായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളോ അവരോ. ഐ നോ ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്, അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്തോ ഒരു കാര്യം ഒരു പക്ഷെ ആദ്യം നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്കറിയാം അത് നിങ്ങളുടെ തെറ്റല്ലാണ്. വിൽ യു ആക്സെപ്റ്റ് മൈ ലവ് പ്രൊപ്പോസൽ, അവർ നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അത് സ്വീകരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്വീകരിക്കുമോ? ഐ ഡോണ്ട് ലവ് യു, ഒരു കാലത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളോട്, നിങ്ങളെ അവർ ഒരിക്കലും പ്രണയിക്കുന്നില്ല എന്ന്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് നിങ്ങളെ പ്രണയിക്കുകയല്ല, നിങ്ങളിലൂടെ ജീവിക്കുകയാണ് എന്നൊരു കാര്യവും ഈ ഒരു ഇതിലൂടെ പറയാം. അങ്ങനെയും പറയാം. അൺഎക്സ്പെക്റ്റഡ്, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കണ്ടുമുട്ടിയതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നാണ് ഇവിടെ സൂചന.